ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, സാറേ ഞാനൊരാളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ആ വ്യക്തിക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പ്രപ്പോസ് ചെയ്തു അല്ലെങ്കിൽ വിവാഹത്തിനെ പറ്റി സംസാരിച്ച സമയത്ത് ആ വ്യക്തി എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആയിരുന്നില്ല, ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, ഞാൻ ഇഷ്ടത്തിലാണെന്ന് വിചാരിച്ചു എന്നുള്ളതൊക്കെ പറയാറുണ്ട്. ഇനി ഇപ്പം നമ്മൾ ഒത്തിരി കമ്പനിയാണ്, പക്ഷേ ഫ്രണ്ടായിട്ട് മാത്രമാണ് നിങ്ങളെ കാണുന്നത്, നിങ്ങൾക്ക് ആ വ്യക്തി വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട്, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു മാരേജിലോട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്നുള്ളതിൻ്റെ റീസണും, എന്തൊക്കെ നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതും, എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ തിരക്കിലാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്തിടുക. ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വന്നിട്ട് മുഴുവനായിട്ടും വീഡിയോ കാണാം. അപ്പോൾ ആദ്യം എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസൺ, നിങ്ങൾ ഫുൾ ടൈം അവിടെ അവൈലബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. ഐ വിൽ വെയിറ്റ്, ഞാൻ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്തു, എപ്പോൾ അവർ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു എനർജിയാണ് നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അവർക്ക് കിട്ടുന്നൊരു വൈബ് അതാണ്, അവരുടെ തോട്ട് പ്രോസസ്സിൽ അതാണ്. ഞാൻ എപ്പോൾ ചെന്നാലും അവൾ റെഡിയാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ ചെന്നാലും അവർ റെഡിയാണ്, അപ്പം അതുകൊണ്ട് എനിക്ക് അവൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഫിയറോ കാര്യമോ ഒന്നുമില്ല. ഐ വിൽ വെയിറ്റ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ കൂടുതലായിട്ട് നടക്കുന്നത്. ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ, ഒരു ഫ്രണ്ട്ഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സേ നിങ്ങളുടെ ഉള്ളിൽ നടന്നിട്ടുള്ളൂ. നിങ്ങളുടെ ഇൻസൈഡിൽ ഉള്ള തോട്ട്സുകളെല്ലാം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാനിഫെസ്റ്റ് ആകുന്നത് വരെയുള്ള ഒരു തോട്ട് പ്രോസസ്സേ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു പാർട്ണറായിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന സിറ്റുവേഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാനോ ബിലീവ് ചെയ്യാനോ സാധിക്കാത്തത് കൊണ്ടും, അത്തരത്തിലുള്ള തോട്ടുകൾ നിങ്ങൾ ജസ്റ്റ് ആഗ്രഹിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിച്ചു കൂട്ടാൻ കഴിയാത്തത് കൊണ്ടുമാണ് നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഫ്രണ്ട്ഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സേ നടക്കുന്നുള്ളൂ. അതാണ് കേട്ടോ രണ്ടാമത്തെ റീസൺ. ആ തോട്ടിനെ നമ്മൾ മാറ്റിക്കൊണ്ടുവരണം. മാരേജ് നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആൾ കമ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തൊരു റീസൺ എന്ന് പറയുന്നത്, ഈ വീഡിയോ കാണുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളൊരു വൈഫായിട്ട് ആ വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു പുരുഷനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഹസ്ബൻഡായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് അത് ബിലീവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന രീതിയിൽ ഒരു തോട്ട് പ്രോസസ്സോ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസിയോ നിങ്ങൾക്ക് സ്വയം ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് മാനിഫെസ്റ്റ് ആവാത്തത്. ഇപ്പോൾ റീസൺസ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു വൈഫിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് കെയർ എന്നുള്ള രീതിയിലൊന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യരുത്. ഈ വീഡിയോ കാണുന്ന ഒരു പുരുഷനാണെങ്കിൽ ഒരു ഹസ്ബൻഡ് എനർജി ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിക്ക് നിങ്ങൾ കൊടുക്കരുത്. ഫ്രണ്ട്സ് ആയിട്ട് തുടരാമെന്ന് പറയുന്ന ആളുകൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താ ചിന്തിക്കുക, ആളെ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കല്യാണം കഴിക്കാതെ തന്നെ എനിക്ക് ആളെല്ലാം ചെയ്തു തരുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ആ ഫ്രണ്ട് സോണ് വിട്ടിട്ട്, ആ ബൗണ്ടറി വിട്ടിട്ട് നമ്മൾ ഓവർ കെയർ ചെയ്യാനോ സ്നേഹിക്കാനോ, പല ആളുകളും ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാം, ഞാൻ അങ്ങനെ കുറച്ച് നാൾ വൈഫിനെ പോലെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നാൾ ഹസ്ബൻഡിനെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ വിട്ടു പോവില്ലല്ലോ, അവരെ അങ്ങനെ ഇഷ്ടപ്പെടുത്താം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അത് മണ്ടത്തരാണ്. നിങ്ങൾ ആദ്യമൊക്കെ നിങ്ങൾ അങ്ങനെ കുറച്ച് കെയർ ചെയ്യുന്നതും സ്നേഹിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി പറയാണ് എനിക്ക് ഫ്രണ്ടായിട്ട് കാണാനേ താല്പര്യമുള്ളൂ എന്ന് പറയുമ്പോൾ ആ നിമിഷം മുതൽ നിങ്ങൾ ബാക്കിലോട്ട് നിൽക്കണം. മനസ്സിലായോ? ആ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എനർജി നിങ്ങളിൽ നിന്ന് ഒരിക്കലും അവർക്ക് കിട്ടരുത്. ആ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ കിട്ടാൻ പാടുള്ളൂ.
ആ സംസാര രീതിയിൽ തന്നെ ചെറിയ ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരണം. മനസ്സിലായോ? അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ എന്ത് സംഭവിക്കത്തുള്ളൂ, അവർക്ക് നിങ്ങളുടെ ആബ്സെൻസ് നന്നായിട്ട് മിസ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്, പിന്നെ എന്തിനാ കമ്മിറ്റഡ് ആവുന്നത് എന്നുള്ള രീതിയിൽ തന്നെയല്ലേ എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് പോലും നമ്മുടെ പെരുമാറ്റ രീതിയിൽ നിന്നും നമ്മുടെ സംസാരത്തിൽ നിന്നുമാണ് അവർ തീരുമാനിക്കുന്നത്. അല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടെ ഓവറായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് സ്നേഹം, കെയറും ഒക്കെ. അതുകൊണ്ടാണ് അവർ മാറാത്തത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവരൊരു നല്ലൊരു തീരുമാനത്തിലോട്ട് വരാത്തത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം ഒരു പവർഫുൾ സ്ക്രിപ്റ്റിംഗ് ആണ്. ഈ സ്ക്രിപ്റ്റിംഗ് ഒന്നുകിൽ രാവിലെ എണീറ്റ് ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപോ നിങ്ങൾക്ക് ചെയ്യാം. ടെക്നിക്ക് ഇതാണ്. നിങ്ങൾ 1 വർഷമായിട്ട് ഓൾറെഡി കമ്മിറ്റഡ് ആണ് എന്ന് വിചാരിക്കുക. ഈ വ്യക്തിയുമായിട്ട് 1 വർഷം കമ്മിറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ഒരു ജേണൽ എഴുതാൻ പോവുകയാണ്, സ്ക്രിപ്റ്റിംഗ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി തുടങ്ങാം. ഫോർ എക്സാമ്പിൾ ആയിട്ട്, ഞാനും ഇന്ന വ്യക്തിയും തമ്മിൽ 1 ഇയറായി വളരെ കമ്മിറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആളെന്നെ എന്നും വിളിച്ച് സംസാരിക്കാറുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു തരാറുണ്ട്, എന്നെ കെയർ ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതാം. നിങ്ങളുടെ ആ ഒരു 1 ഇയർ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ എഴുതുക. സത്യത്തിൽ ഇപ്പം ആയിട്ടില്ല, പക്ഷെ നമ്മൾ ഇതൊരു മാനിഫെസ്റ്റേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. 1 വർഷം കമ്മിറ്റഡ് ആയി എന്നുള്ള രീതിയിലാണ് നിങ്ങളിത് എഴുതാനായിട്ട് പോകുന്നത്. ആഫ്റ്റർ 1 ഇയർ നിങ്ങൾ എഴുതുന്ന പോലെ നിങ്ങൾ എഴുതുന്നു. അത്രയും ഹാപ്പി ആയിട്ട് ഒത്തിരി മെമ്മറീസ് നിങ്ങൾക്ക് ഈ ഒരു 1 ഇയറിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഫേക്ക് ചെയ്തിട്ട് തന്നെ എഴുതുക. അത് ഫീൽ ചെയ്യുക, അതൊക്കെ സംഭവിച്ച പോലെ ഫീൽ ചെയ്യുക. അത് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, ആ എഴുതിയത് ഒരു തവണ ടൈം എടുത്ത് എഴുതുക. ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെക്കുക. എഴുതിയതിന് ശേഷം എല്ലാ ദിവസവും രാത്രിയിൽ അത് ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ വായിക്കുക. ഒരു 2 വീക്സോ 3 വീക്സോ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. അപ്പോൾ ഒരു ദിവസം എഴുതുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് ഫീൽ ചെയ്ത് വായിക്കുക കൂടി ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, ഒരു ടെക്നിക്കാണ്. ഇത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, 100% റിസൾട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ്. ഈ വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ണടക്കുക, എന്നിട്ട് ഒരു 10 ബ്രീത്തിങ് ചെയ്യുക. സ്ലോലി ശ്വാസം അകത്തേക്ക് എടുക്കുക, വളരെ സാധാരണത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. അതിനുശേഷം നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളിപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലോട്ട് നിങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം നിങ്ങൾ ആ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മദർ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരുടെ മദർ മരുമകനെന്നോ അല്ലെങ്കിൽ മരുമകളെന്നോ വിളിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ വ്യക്തിനെ അറിയുമെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയുടെ അച്ഛനെയോ അമ്മയൊക്കെ അറിയുമെങ്കിൽ നമുക്ക് അവർ നമ്മളെ വിളിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള സങ്കല്പം നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അത് ഓപ്പോസിറ്റ് ആണെങ്കിലും. അല്ലാത്ത കേസിൽ നമുക്ക് സങ്കല്പം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ വഴിയിൽ വെച്ചിട്ട് നിങ്ങളെ കാണുകയാണ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ, കല്യാണമൊക്കെ കഴിഞ്ഞ് എങ്ങോട്ടാ ഹണിമൂണൊക്കെ കഴിഞ്ഞ് വരികയാണോ, എങ്ങനെ ഉണ്ടായിരുന്നു ഹണിമൂൺ, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര, അല്ലെങ്കിൽ എവിടുന്നാണ് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ആഫ്റ്റർ മാരേജിന് ശേഷം പുറത്തു നിന്നുള്ള ആളുകൾ നിങ്ങളുടെ ഒരു ബന്ധത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും നിങ്ങൾ അതിന് മറുപടി പറയുന്നതുമായിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾ കണ്ണടച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ മാക്സിമം ഫീൽ ചെയ്തിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപൊക്കെ ചെയ്താൽ ഭയങ്കര പവർഫുള്ളാണ്. കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അങ്ങോട്ട് ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ വ്യക്തി ആ ഫ്രണ്ട്ഷിപ്പ് സോണിൽ നിന്നും കമ്മിറ്റ്മെൻറ്റ്, മാരേജ് എന്നുള്ള ഒരു രീതിയിലോട്ട് മാറി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 2 സ്ക്രിപ്റ്റിങ്ങും ഈ വിഷ്വലൈസേഷനും നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. തോട്ട്സിൽ
ആ തോട്ട്സിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ. അപ്പോൾ അതുവഴി അവർക്ക് അത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുകയും അവരുടെ ചിന്താഗതിയും തീരുമാനവും കാര്യങ്ങളൊക്കെ മാറി വരികയും അവർ കമ്മിറ്റഡ് ആവുകയും ഫൈനലി നിങ്ങളുടെ മാരേജ് നടക്കുകയും ചെയ്യും. സോ വെരി പവർഫുള്ളാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വെറുതെ 1-2 തവണ നെഗറ്റീവായി ചിന്തിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഈ നെഗറ്റീവ് തന്നെ ഇരുന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ചിന്താഗതി നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ടിന് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ 2 ടെക്നിക്കുകൾ ചെയ്താൽ മതി. ഈ ഒരു പ്രോബ്ലമാണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചെയ്തു നോക്കുക. 100% റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കിട്ടും, 100% ബിലീവ് ചെയ്തിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ പരിപാടികൾ അറിയണമെന്നൊന്നുമില്ല. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്താണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വർക്കാവും. ഒരു ട്രസ്റ്റ് മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതോ അല്ലെങ്കിൽ ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാച്ചപ്പ് ആക്കാനോ അല്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനോ എൻ്റെ പേഴ്സണൽ ഹെൽപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിൻ്റെ ഹെൽപ്പോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യാം. ഇഷ്യൂസ് ഷെയർ ചെയ്തിട്ട് ഞങ്ങളതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് തരും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സപ്പോർട്ട് വേണ്ട ആളുകൾ വിളിച്ചോളൂ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.